ശ്രീമതി ശശികല ടീച്ചർ ചേരുകയാണ്. ടീച്ചറെ, ഈ SIT ഒളിച്ചു കളിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ആരോപണം ഇപ്പോൾ ശക്തമായി വരികയാണ്. ഇവിടെ കോൺഗ്രസ് നേതാക്കളിലേക്ക് വരെ കോൺഗ്രസിന്റെ അവരുടെ തന്നെ പരമോന്നത നേതാവ് സോണിയയിലേക്ക് വരെ എത്തി നിൽക്കുകയാണ്. ഒരു കാട്ടുകള്ളന് സോണിയയിലേക്ക് ഇത്ര ഈസി ആയിട്ടൊരു ആക്സസ് എങ്ങനെ ലഭിച്ചു എന്ന ചോദ്യത്തിന് കോൺഗ്രസ്സുകാർക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ സ്ഥിതി നമുക്കറിയാലോ, CPM നേതാക്കൾ വരിവരിയായ ആരോപണ നിരയിലാണ്. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം, ടീച്ചറെ, ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള എല്ലാവരിലേക്കും അന്വേഷണം പോയിട്ടില്ല. SIT ഒളിച്ചു കളിക്കുന്നു എന്ന് നമ്മളടക്കം ആരോപിക്കുന്നു. പോറ്റിയുമായി ഫോണിൽ ബന്ധപ്പെട്ടവരുടെ പട്ടിക SIT ശേഖരിച്ചെങ്കിലും അതിൽ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല. പോറ്റിയുമായി ബന്ധപ്പെട്ടവരിൽ ജനപ്രതിനിധികൾ അടക്കമുണ്ടെന്നാണ് വിവരം. ഇവരുടെ പേരുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഹലോ, പറയൂ ടീച്ചർ. തീർച്ചയായും SIT സംശയത്തിന്റെ നിലവിലാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇടതും വലതും കേരളത്തിലെ എല്ലാ വിഷയങ്ങളിലും, അത് സ്വർണ്ണക്കൊള്ളയടക്കം എല്ലാ വിഷയങ്ങളിലും ഇടതും വലതും മുന്നിട്ടാണെന്ന് നമുക്കറിയാം. ഇരുമയ്യാണെങ്കിലും നമ്മളൊക്കെ കരളത് എന്ന ഭാവത്തിലാണ് ഇടതും വലതും ഒരുമിച്ച് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആദ്യം മുതലേ പറയുന്നത് ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഇത് അവസാനിപ്പിക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, അറസ്റ്റ് ചെയ്യപ്പെട്ടവർ എത്ര നാൾ അവിടെ കിടക്കും, കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്രയും ഗൗരവമുള്ളൊരു വിഷയത്തിൽ, അതും ഇത്രയും കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ട് ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിന് വേണ്ടി, ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. കുറ്റപത്രം സമയത്ത് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രതികൾ വളരെ സുഖമായി ഒരു ജാമ്യം, കോടതി ഇതുവരെ അവർക്ക് ജാമ്യം നിഷേധിച്ചത് അവർ ജാമ്യത്തിന് അർഹരല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ജാമ്യത്തിന് അർഹരല്ലാത്തവരെ ജാമ്യത്തിലേക്ക് വിടുന്നത് ഈ കുറ്റപത്രം സമർപ്പിക്കാതെ എളുപ്പവഴിയിൽ അവരെ ഊരിക്കൊണ്ടുവരാം എന്നുള്ളതാണ് ശ്രമം. അപ്പോൾ അന്വേഷണം ചില ബഹളങ്ങൾക്കപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. അതിപ്പോ SITയിലെ ആ അനാവശ്യമായ അവരുടെ ഇടപെടൽ, അല്ലെങ്കിൽ അവരുടെ താല്പര്യം അനുസരിച്ചുള്ള ആളുകളെ കുത്തിക്കേറ്റലൊക്കെ കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എവിടെയും എത്തില്ല എന്നുള്ളത്. അപ്പോ മുതല് പോയത് പോയി, വിശ്വാസം നശിപ്പിക്കാനുള്ള ശ്രമം അതിനും അപ്പുറം. സ്വർണം പോയാൽ പോട്ടെ നമുക്ക് വെക്കാം, ഭഗവാൻ എന്തിനാ സ്വർണം എന്ന ചോദ്യം ചിലപ്പോൾ തിരിച്ചു വയ്ക്കാം. പക്ഷെ സ്വർണ്ണമല്ല ഇവിടെ പോയത്, ഇവിടെ നശിപ്പിക്കാൻ ശ്രമിച്ചത് വിശ്വാസമാണ്. അപ്പൊ സാധാരണ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം വ്യാപ്തിയുണ്ട് ഈ കൊള്ളയ്ക്ക്. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ പോറ്റിയുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെ എന്നുള്ള ചോദ്യത്തിന് അത് ഒരുപക്ഷെ ഭാരതത്തിലെ കഥകൾ എങ്ങനത്തൊക്കെ നീളണമെന്ന് പറയാൻ സാധിക്കുന്നില്ല. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി ചിലർ കാര്യകാരണ സഹിതം പോസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആരാണ് എന്ന് പോലും അറിയപ്പെടാതെ കൊല ചെയ്യപ്പെട്ട ഹരിഹരവർമ്മ, ഈ വിഗ്രഹക്കടത്തിലെ പ്രതി. അപ്പൊ അതൊക്കെ ഇതുമായി കണക്ട് ചെയ്യാവുന്നതല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കാത്ത വലിയൊരു ഗൂഢ ബന്ധങ്ങൾ, വലിയൊരു ആഴം ഈ മോഷണത്തിനുണ്ട്, ഈ കൊള്ളയ്ക്കുണ്ട്. അപ്പൊ ഈ പോറ്റി സോണിയയുടെ അടുത്ത് എത്തിയത് പ്രസാദം കൊടുക്കാനാണ് എന്ന് പറഞ്ഞാൽ, പ്രസാദം കൊടുക്കാൻ അദ്ദേഹം തന്ത്രിയല്ല, മേൽശാന്തിയുമല്ല. ഇവരിലേക്കൊക്കെ ആക്സസ് ഉണ്ടല്ലോ. ഇന്ത്യയിൽ ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക്, സോണിയാഗാന്ധിയെ പോലെ ഒരു വ്യക്തിക്ക്, അതും മാത്രമല്ല പലവട്ടവും ദേവസ്വം ബോർഡ് ഭരിക്കുകയും കേരളം ഭരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വേണമെങ്കിൽ തന്ത്രിയെ കൊണ്ടോ അല്ലെങ്കിൽ മേൽശാന്തിയെ കൊണ്ടോ ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കാവുന്ന. ടീച്ചറെ, അതാ തമാശ. കരുണാകരന് പോലും നിഷേധിക്കപ്പെട്ട ആ ഒരു അപ്പോയിന്റ്മെന്റ്, ഹിമാന്ത ബിശ്വ ശർമ്മയ്ക്ക് നിഷേധിക്കപ്പെട്ട ആ ഒരു അപ്പോയിന്റ്മെന്റ് പോറ്റിയെ പോലെ ഒന്നുമല്ലാത്ത ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുകയാണ്. എന്നിട്ട് അത് വിവാദത്തിലേക്ക് വരുമ്പോൾ അടൂർ പ്രകാശും ആന്റണിയൊക്കെ പറയുന്നത് ഇത് പ്രസാദം കൊടുക്കാൻ പോയതാണ്. പ്രസാദം കൊടുക്കാൻ പോയ ഒരാൾക്ക് എത്ര തവണ കാണാനുള്ള അവസരം ലഭിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളങ്ങ് എന്താ പറയുക, വെള്ളം കൂട്ടാതെ അങ്ങ് കഴിക്കണം എന്നുള്ള ഒരു വാശിയാണോ കോൺഗ്രസിന്? മാത്രമല്ല, കോൺഗ്രസിന് CBI വരണം എന്നുള്ള ആവശ്യമില്ല. കോൺഗ്രസ് നിലവിൽ SIT അങ്ങനെ അങ്ങ് തട്ടിമുട്ടി അങ്ങ് പോയാൽ മതി. കാരണം ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. തീർച്ചയായും. കാരണം വെള്ളം തൊടാതെ നമ്മൾ വിടുന്നത്, വെള്ളം കൂടെ കുടിച്ചിട്ടെങ്കിലും നമ്മൾ ഇറക്കാമായിരുന്നു. ആ വെള്ളം തന്നെ കോൺഗ്രസ്സുകാർക്ക് പറ്റുമോ? കാരണം അവർ പറയട്ടെ, പോറ്റി ആരാണ് പ്രസാദം കൊടുക്കാൻ? ശബരിമല പ്രസാദം കൊടുക്കാനുള്ള എന്ത് ബന്ധമാണ് പോറ്റിക്ക് ശബരിമലയുമായുള്ളത്? അദ്ദേഹം ഒരിക്കലും മേൽശാന്തിയായിട്ടില്ല. മാളിയപ്പുറം മേൽശാന്തി പോലും അദ്ദേഹം ആയിട്ടില്ല. ഏതോ മേൽശാന്തിയുടെ ഒരു സിൽബന്ധിയായി, ഒരു പരികർമ്മിയായി അവിടെ വന്നു എന്ന ബന്ധം കൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ ഈ പ്രസാദവുമായി ഇതുപോലൊരു വലിയ വ്യക്തിത്വത്തിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നു? കേരളത്തിൽ നിന്നുള്ളവർ അപ്പോയിന്റ്മെന്റ് മേടിച്ചു കൊടുക്കാതെ ഇത് എത്താൻ സാധിക്കുമോ? അപ്പോൾ ഇതിലൊക്കെ വളരെ ദുരൂഹതയുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CBI അന്വേഷണം വരെ ആവശ്യപ്പെടുന്നില്ല. അവർക്കിതിങ്ങനെ തെരഞ്ഞെടുപ്പ് വരെ തട്ടിമുട്ടി. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിന്റെ പേരിൽ 10 വോട്ട് കിട്ടി. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല. കാരണം എന്റെ ഒരു ധാരണ വെച്ചുകൊണ്ട്, നമ്മളെ പരിമിതമായ രാഷ്ട്രീയ ബോധം വെച്ചുകൊണ്ട് ഇവിടെ നമ്മളൊരു കരാറുണ്ടോ എന്ന് സംശയമുണ്ട്. പണ്ട് ബംഗാളിൽ ഉണ്ടാക്കിയിരുന്നത് പോലെ ബംഗാളിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടി ഉണ്ടാക്കിയൊരു നമുക്കറിയാം. അതായത് ബംഗാളിൽ നിങ്ങൾ ഭരിച്ചോളൂ, കേന്ദ്രത്തിൽ ഞങ്ങൾ പോയിക്കോളാം. അതായിരുന്നു അവിടുത്തെ കോൺഗ്രസിന്റെ അഡ്ജസ്റ്റ്മെന്റ്. അത് പൊളിച്ചത് ഒരു പരിധി വരെ അത് പൊളിച്ചുകൊണ്ടാണ് ഇന്ന് അവിടെ മമതാ ബാനർജി അധികാരത്തിലെത്തിയത് എന്നുള്ളത്. പക്ഷേ മമത അന്ന് കോൺഗ്രസിലാണല്ലോ ആ അഡ്ജസ്റ്റ്മെന്റ് പൊളിച്ചത്. അതുപോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കേരളം നിങ്ങൾ ഭരിച്ചോളൂ,
കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ പോയിക്കോളാം എന്നൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന മോഹമൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പൊ തന്നെ ഓരോ സ്ഥാനാർത്ഥി ആ ആള് നിർത്തിയാൽ ഈ ആള് തോൽപ്പിക്കും, ഈ ആള് നിർത്തിയാൽ മറ്റേ ആള് തോൽപ്പിക്കും. അപ്പൊ എവിടെയൊക്കെ തോൽപ്പിക്കണമെന്ന് കോൺഗ്രസ്സുകാർ കരാറെടുത്ത് കഴിഞ്ഞു. മുസ്ലിം ലീഗ് നിർത്തിയ സ്ഥാനാർത്ഥികൾ ഒരുപക്ഷെ അവർ ജയിപ്പിച്ചു വിടും, ബാക്കിയുള്ളവർ സമർത്ഥമായി തോറ്റു കൊടുത്തുകൊണ്ട് ഒരുപക്ഷെ വീണ്ടും ഒരു പിണറായി ഭരണം വരണം എന്നുള്ള ആഗ്രഹത്തിന് അതായത് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അതായിരിക്കും അവർ തമ്മിലുള്ള കരാർ. അപ്പൊ അതുകൊണ്ട് അവിടേക്ക് അവർക്ക് നോട്ടമില്ല. അപ്പൊ ഇതിനപ്പുറത്തേക്ക് ഭക്തർക്ക് വലിയ വികാരം, ഇവർക്ക് ആര് ഭരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഭക്തർക്ക് ഇത് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവര് ജനകോടികൾ കലിയുഗ വരദന്റെ സന്നിധിയിൽ എത്തുമ്പോൾ അവിടെ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന തളർച്ചയും തകർച്ചയും വളരെ വലുതാണ്. അതുകൊണ്ട് ഇത് ഇനിയെങ്കിലും നമ്മൾ സങ്കുചിതമായ ഇത് വിട്ടുകൊണ്ട് ഇതൊരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ സമയം വൈകിയിരിക്കും. തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുന്നതിന് മുമ്പെങ്കിലും തുമ്പുകളെങ്കിലും ബാക്കിയുള്ളപ്പോൾ അതിനൊരു കേന്ദ്ര അന്വേഷണം ആവശ്യമാണ്. ആ കേന്ദ്ര അന്വേഷണത്തിൽ കൂടി മാത്രം ഒരു കേന്ദ്ര ഏജൻസി, കേരളത്തിന് വെളിയിലുള്ള ഒരു ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ഇത് കണ്ടെത്തുള്ളൂ. കാരണം ഇതിന് എനിക്ക് തോന്നുന്നു രാജ്യാന്തര ബന്ധങ്ങൾ കൂടി ഉണ്ടായിരുന്നത്. സോണിയാഗാന്ധിയുമായി ഇതിനെ ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധിയുടെ സഹോദരിക്കുള്ള ആന്റിക് ഈ വിഗ്രഹങ്ങളടക്കമുള്ള ആന്റിക്കുകളുടെ കച്ചവടവും ഇതൊക്കെ ഇത് ബന്ധപ്പെടണം. അപ്പൊ ഇതിന് രാജ്യാന്തര ബന്ധം വരെയുള്ള ഒരു വലിയ മോഷണമാണ് ഇവിടെ ചുരുളഴിയേണ്ടത്. അതുകൊണ്ട് നമ്മൾ അത്ര ലാഘവത്തോടുകൂടി കാണരുത്. യെസ്, വളരെ നന്ദി ടീച്ചർ ഈ നിമിഷം ഞങ്ങൾക്കൊപ്പം പ്രതികരിച്ചതിന്.